ഹായ് ഹലോ, രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കണില്ല, എല്ലാത്തിനും ഒരു തടസ്സം. അതിനൊക്കെ കാരണം നമ്മളുടെ വീട്ടിലെ കുലദേവത, പരദേവത ഇങ്ങനെയൊക്കെ ഉണ്ട്. അവരെ എന്നും നമ്മൾ മറന്നു പോയത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ കുലദേവത, പരദേവത ഇവരാരാണെന്ന് പോലും ഇപ്പൊ ആർക്കും അറിയില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അമ്മ ഈ വീഡിയോ കൂടെ പറയണത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പലരും കരുതിയിരിക്കുന്നത് ഈ കുലദേവതയും പരദേവതയും ഒന്നാണെന്നാണ്. എങ്കിലല്ല, വ്യത്യാസമുണ്ട്. എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. കുലദേവത എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച വംശത്തെ പാരമ്പര്യമായി സംരക്ഷിച്ചു പോരുന്ന ദൈവമാണ് നമ്മളെ കുലദൈവം എന്ന് പറയുന്നത് കേട്ടോ. ഈ പരദേവത എന്ന് പറഞ്ഞാലേ നമ്മളുടെ തറവാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പണ്ട് കാലം മുതലേ നമ്മുടെ തറവാട്ടിലെ പൂർവികരെ എപ്പോഴും ആരാധിച്ചു പോന്നിരുന്ന ദൈവമാണ് നമ്മളുടെ പരദേവത. നമ്മുടെ പരമമൂർത്തിയായ ഈ പരദേവതയെ ആരും മറക്കരുത് മക്കളെ. നമ്മളെ പണ്ടുകാലം മുതലേ നമ്മളെ പാരമ്പര്യത്തോടു കൂടി തന്നെ നമ്മളുടെ കുടുംബത്തിനെ സംരക്ഷിച്ചു പോരുന്ന ദേവതയാണ് നമ്മളെ പരദേവത. നമ്മളെ കാരണന്മാരെ നന്നായിട്ട് ഉപാസിച്ചിരുന്നു അവരെ. അപ്പോ വർഷത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ പരദേവതയെ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ ചെന്നിട്ട് വഴിപാട് കുറേശ്ശെ എന്തെങ്കിലും ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചാലും മതി. അതെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിൽ എന്ത് ചെയ്തിട്ടും ഒരു പുരോഗതി നമുക്ക് കിട്ടില്ല. ഈ പരദേവതയെ എങ്ങനെ കണ്ടെത്താം എന്ന് നമുക്ക് നോക്കാട്ടോ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്തുള്ള മുത്തശ്ശിമാര്, കാരണം നമ്മളെ തറവാട്ടിൽ കാരണന്മാരെ ആരാണോ ഉപ്പച്ച അവരോട് ചോദിച്ചു മനസ്സിലാക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും പൂജ ചെയ്തിരുന്നോ നമ്മളെ വീട്ടിലെ എന്നൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ നമ്മളെ പറമ്പുകളിലൊക്കെ നമ്മൾ പോയാൽ തന്നെ കാണാം പഴയ തറകളൊക്കെ. അവിടെയൊക്കെ നമ്മളൊരു കാര്യമായിട്ട് കല്ലിലാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടാവുക. അപ്പൊ വലിയ തറയൊക്കെ കാണും. അങ്ങനെയൊക്കെ ഉണ്ടോന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്ക് പരദേവതയെ കണ്ടുപിടിക്കാനുള്ളൊരു വഴിയാണ്. അങ്ങനെയാണ് നമ്മൾ പരദേവതയെ കണ്ടുപിടിക്കുക കേട്ടോ. ഇനി ഇതിനൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് നല്ല നല്ല ജ്യോതിഷിമാർക്ക് നല്ല അറിവാണ് കേട്ടോ. അപ്പൊ അവരുടെ അടുത്ത് പോയാൽ നമുക്ക് 2 തരം പ്രശ്നം വെച്ച് നോക്കാം. ഒന്ന് താമ്പൂല പ്രശ്നം, പിന്നെ ഒന്നുള്ള അഷ്ടമംഗല പ്രശ്നം. ഈ 2 പ്രശ്നം വെച്ച് നോക്കിയാലും നിങ്ങളുടെ പരദേവത ആരാണ്, കുടുംബദേവത ആരാണെന്നൊക്കെ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പൊ ഈ മുത്തശ്ശന്മാർക്ക് അറിയണവരാണെങ്കിൽ അങ്ങനെ മതി. അല്ലാത്തവര് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ജ്യോതിഷിയെ കണ്ടിരുന്ന് നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയോ, ഇവരെ നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ അമ്പലങ്ങളിൽ പോയി വഴിപാട് കഴിക്കണമെന്നില്ല. ഇവരെ മാത്രം നമ്മൾ പൂജിച്ചിട്ട് വേറൊരു ദൈവത്തിന്റെ അടുത്ത് പോയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ എല്ലാരും പറയാറുണ്ട്, എന്റെ കുലദൈവമേ, എന്റെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ടുള്ള കാരണന്മാര് അത് ഇപ്പോഴുള്ളവർക്ക് അറിയാഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളുടെ സാധാ അമ്പലങ്ങളിലൊക്കെ പോവാം, ഒരു തട്ടകത്തമ്മയും ഒക്കെ നമ്മളെ ദൈവങ്ങൾ തന്നെയാണ്. പക്ഷെ ആദ്യം കുലദൈവം, പരദൈവം ഇവരൊക്കെ തൊഴുതിട്ടാണ്, ഇവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടാണ് നമ്മള് വേറെ അമ്പലങ്ങളിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. നമ്മൾ ദൂരെയുള്ള വലിയ പ്രശസ്തി ആർജിച്ച ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു വഴിപാട് കഴിച്ചിട്ടും കാര്യമില്ല. കാരണം നമ്മളെ കുലദൈവം നമ്മളെ കാത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു അവർക്ക് എന്തെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വർഷത്തിൽ ഒരിക്കലെങ്കിൽ നമ്മൾ അവിടെ പോയി തൊഴുതിട്ടുണ്ടെങ്കിൽ മക്കളെ, പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അവരൊന്ന് കനിഞ്ഞാൽ മതി. നമ്മളെ മുത്തശ്ശന്മാരെ പോലെ തന്നെയാണ് നമ്മളെ ദൈവങ്ങളെ. നമ്മൾ കണ്ടിട്ടുണ്ടോ, കുട്ടികളെ ഗൾഫിലൊക്കെ ആവും അല്ലെങ്കിൽ ദൂരെ ജോലിക്ക് പോയിട്ടുണ്ടാവും. നമ്മളെ ഏറ്റവും വലിയ മുത്തശ്ശിയാണ് നമ്മൾ ഓടി വന്ന് കാണാല്ലേ. ഒരു മിഠായി കൊടുത്തു കഴിഞ്ഞാൽ അവര് സംതൃപ്തരായി, എന്റെ കുട്ടി കൊടുന്നു മിഠായി എന്ന പോലെ മക്കളെ നമ്മളെ കുലദൈവം, പരദൈവങ്ങളൊക്കെ കേട്ടോ, പരദേവതകളൊക്കെ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒന്നും വേണ്ട, അവരെ കണ്ടു നടിച്ചാൽ മതി. മുത്തശ്ശന്റെയും കാല് തൊട്ട് വണങ്ങിയാൽ തന്നെ അവര് തൃപ്തരായോ എന്ന പോലെ തന്നെ നമ്മുടെ കുലദൈവമൊക്കെ പരദേവതകളൊക്കെ കേട്ടോ. അപ്പൊ നമ്മൾ എന്താ വേണ്ട, ആദ്യം അവരുടെ അടുത്ത് ചെന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് വേറെ അമ്പലങ്ങളിലേക്ക് പോവുക. എങ്കിൽ പിന്നെ നമ്മളുടെ വീടിനെ അവര് എന്താ പറയുക, അവര് ഒരു സംരക്ഷണ കവചം തന്നെ തീർത്തോളും. പിന്നെ നമുക്ക് യാതൊരു പേടിയും വേണ്ട. പിന്നെ നമുക്ക് വെച്ചടി കയറ്റാവും. യാതൊരു തടസ്സവും ഇല്ലാതെ പുരോഗതി തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ ജ്യോതിഷിയുടെ അടുത്ത് നമ്മളുടെ ജാതകം കൊടുക്കുക. നമ്മളെ വീട്ടിലത്തെ ആരെങ്കിലും ഒരാളുടെ ജാതകം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 5-ാം ഭാവം, 9-ാം ഭാവം ഇതൊക്കെ നോക്കിയിട്ട് നമ്മളുടെ കുലദേവതയെയും ഉപാസനമൂർത്തിയെയും അവർക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. ഇതിനൊന്നും സാധിക്കാത്തവരുണ്ട്. ഒരു ജ്യോതിഷിയെ പോയി കാണാൻ പറ്റണില്ല, കാരണന്മാരിൽ നിന്ന് നമുക്ക് അറിവ് കിട്ടണില്ല എന്നുള്ളവര്
ഒന്നും ചെയ്യണ്ട. മനസ്സുരുകിയിട്ട് നമ്മളെ മനസാഹസം എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പന് കഴിക്കണത് എന്ന പോലെ തന്നെ നമ്മുടെ കുലദേവതയും പരദേവതയൊക്കെ നമ്മളോട് പൊറുത്തോളും. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എൻ്റെ കുലദേവതയെ, എൻ്റെ പരദേവതയെ, എൻ്റെ ഉപാസനമൂർത്തി എന്നെ കാത്തോളണേ. അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് വഴിപാട് ചെയ്യാനോ ഒന്നിനും എനിക്ക് പറ്റണില്ല, നിങ്ങളെ കണ്ടെത്താനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മനസ്സിൽ നിങ്ങൾ അവർക്ക് പൂജ അർപ്പിക്കുക. മനസ്സുകൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുലദൈവത്തിനെയും പരദേവതയും മനസ്സിൽ ധ്യാനിച്ചിട്ട് അന്നത്തെ ദിവസം തുടങ്ങിക്കോളൂ. യാതൊരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിൽ എപ്പോഴും അവരെ ചിന്തിച്ചാലും മതിയെന്നർത്ഥം. അവരെ മറക്കാതിരിക്കുക. മനസ്സിലായില്ലേ? നമ്മളെ മുത്തശ്ശന്മാരെയൊക്കെ നമ്മൾ ഓർക്കണ പോലെ നമ്മുടെ കുലദൈവവും പരദൈവവും നമ്മളെ നന്നായി സംരക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് അവർക്ക് പ്രീതിപ്പെടുത്തുക. മനസ്സിലാണ് നമ്മളെ ദൈവം ഇരിക്കണത്. അപ്പൊ മനസ്സുകൊണ്ട് അവരെ പ്രാർത്ഥിക്കുക. നമ്മൾ അച്ഛന്റെ താവഴിയിലും ഉണ്ട് കേട്ടോ നമുക്ക് കുലദേവത, അമ്മയുടെ താവഴിയിലുണ്ട്, 2 താവഴിയിലുണ്ട്. ആ 2 താവഴിയിലത്തെ ഏതെങ്കിലും ഒരാളെ പ്രീതിപ്പെടുത്തിയാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പൊ അച്ഛന്റെ താവഴിയിൽ പോയി അന്വേഷിക്കുക, അമ്മയുടെ താവഴിയിൽ പോയി അന്വേഷിക്കുക. അല്ലെങ്കിൽ ജ്യോതിഷിയെ കാണുക, അതില്ലെങ്കിൽ ജ്യോതിഷിയോട് ചോദിക്കുക. അഷ്ടമംഗല പ്രശ്നം, താമ്പൂല പ്രശ്നം, ഇത് നോക്കി നിങ്ങൾ നോക്കുക. അതിലും കാണാൻ പറ്റും, അവര് പറഞ്ഞു തരും. അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലും ജാതകം എടുത്തിട്ട് അവരുടെ അടുത്ത് ചെല്ലുക. ഇതിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയൂ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വേരുകളിലേക്ക് മടങ്ങുക മക്കളെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ വേരുകളിലേക്ക് നമ്മൾ മടങ്ങണം, അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണു. പലർക്കും പരദേവത ഏതാ, നമ്മളെ ഉപാസനമൂർത്തി ഏതാന്ന് അറിയാഞ്ഞിട്ട് തട്ടകത്തെ അമ്മമാരാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് എന്നോട് ആൾക്കാര്. നമ്മളിപ്പോ ഒരു ഇരിക്കുകയാണ്, നമ്മളൊരു നാട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ തട്ടകത്തെ അമ്മയാണോ നമ്മുടെ കുലദേവത പരദേവത എന്ന് പലരും അന്വേഷിക്കുന്നുണ്ട്. അത് മക്കളെ നമ്മുടെ തട്ടകത്തെ അമ്മയാണ്, തട്ടകത്തെ ദൈവം അതുണ്ട്. അതല്ല കേട്ടോ ഈ കുലദേവതയും പരദേവതയും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു തരുന്നത്. ഈ അറിവില്ലാത്തവരെ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചോളൂ. പലരും എന്നോട് അന്വേഷിച്ചിട്ടുണ്ട്, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്യുക. അപ്പൊ അമ്മയുടെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.